everyone, it's me Harsha and welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസ്കസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് ഹൗ ടു സ്മെൽ ഗുഡ് ഓൾ ഡേ ഓൾ നൈറ്റ് ലോങ്. സമ്മേഴ്സ് ആണ്, നമുക്ക് നന്നായിട്ട് നമ്മൾ സ്വെറ്റ് ചെയ്യും അല്ലെ, നമുക്ക് നന്നായിട്ട് നമ്മുടെ ഒരു ബോഡി ഫൗൾ ഓർഡറിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും ചിലവർക്ക്. അപ്പോൾ ആ ഒരു നമുക്ക് ഫുൾ ഡേ എങ്ങനെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ബോഡിയിലൊക്കെ നല്ല ഗുഡ് സ്മെല്ലാക്കി വെക്കാം എന്നതിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എവറി ബോഡി ഹാസ് എൻ ഓർഡർ ടു ദം. അതായത് എല്ലാ ബോഡിക്കും ഒരു സെപ്പറേറ്റ് ഓർഡർ ഉണ്ട് അല്ലേ. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ഷെയിംഫുൾ ആവണ്ടേ അല്ലെങ്കിൽ ഷൈ ആവണ്ടേ, അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ഇപ്പം എൻ്റെ ബോഡിക്ക് ഒരു സ്മെല്ലാണെങ്കിലും മറ്റൊരാളുടെ ബോഡിക്ക് വേറൊരു സ്മെല്ലായിരിക്കും അല്ലേ. അത് നല്ലതും ആവാം ചീത്തയും ആകാം. പക്ഷെ നമ്മൾ നന്നായിട്ട് സ്മെല്ല് ചെയ്യുകയാണെങ്കിൽ ഇഫ് വി സ്മെൽ ഗുഡ് വി ഫീൽ കോൺഫിഡൻറ്റ് അല്ലേ. നന്നായിട്ട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. യെസ് വി ആർ സ്മെൽ വെരി ഗുഡ്. നമുക്ക് തന്നെ നമുക്കൊരു നല്ലൊരു കോൺഫിഡൻസ് വരും. അതല്ല ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളിൽ നിന്ന് വിയർപ്പ് നാറ്റം വരുന്നു, നമുക്ക് ഭയങ്കര ഒരു മുഷിഞ്ഞ മണമൊക്കെയാണ് നമ്മളിൽ നിന്ന് നമുക്ക് വരുമല്ലോ. അപ്പം നമ്മൾ തന്നെ ഭയങ്കര ഒരു അണ്ടർ കോൺഫിഡൻറ്റ് ആവും. അവരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടാകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് വിയർ സംതിങ് വിച്ച് ഇസ് കോട്ടൺ ആൻഡ് ബ്രീതബിൾ. ഇപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയും, ഇപ്പം ഇതൊരു ജോർജറ്റിൻ്റെ ഡ്രസ്സാണ്. ജോർജറ്റ്, പോളിസ്റ്റർ, ഷിഫോൺ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സസ് നമ്മൾ സമ്മേഴ്സിൽ അല്ലെങ്കിൽ ബോഡി ഓർഡറുള്ള ആൾക്കാർ ഇടുമ്പോൾ ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ ആ ഒരു സ്മെൽ അതിൽ തന്നെ ലോക്കാവും. ആ ഒരു ബോഡി ഓർഡർ നമ്മുടെ ഈ ഒരു ഇതിൽ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ട്രാപ്പാവും, ഹീറ്റ് ട്രാപ്പാവും. അപ്പോൾ ബ്രീതബിൾ നമുക്ക് എപ്പോഴും നമ്മുടെ റൂംസിലാണെങ്കിലും വെന്റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫോൾ സ്മെല്ലോ അങ്ങനത്തെ ഒന്നും നമുക്ക് അനുഭവപ്പെടാറില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയുടെ കാര്യം. ഇപ്പം നമ്മൾ കോട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ബ്രീതബിൾ ആയിട്ടുള്ള ഫാബ്രിക് ഒക്കെയാണ്, ലിനൻ ഒക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും, എയർ പാസേജ് വരും. അപ്പോൾ ആ ഒരു ഫൗൾ സ്മെല്ലൊക്കെ ആണെങ്കിൽ അതൊക്കെ അങ്ങ് പോകും. അപ്പം ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് വി ആർ വെയറിങ് സംതിങ് വിച്ച് ഇസ് ഇൻ കോട്ടൺ മെറ്റീരിയൽ ഓർ വിച്ച് ഇസ് ബ്രീതബിൾ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഡ്രസ്സസ് ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോഡി ഓർഡറിൻ്റെ പ്രശ്നം ഒരു വിധം നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ടിപ്പ് ഇസ് എക്സ്ഫോലിയേഷൻ. നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യാറുണ്ട്, ഫിസിക്കൽ സ്ക്രബ് ആയാലും കെമിക്കൽ സ്ക്രബ് ആയാലും എങ്ങനത്തെ ആണെങ്കിലും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും രണ്ട് മെയിൻ ഏരിയാസ് ഉണ്ട്, സ്വെറ്റി ഏരിയാസ്. ദാറ്റ് ഈസ് അണ്ടർ ആംസ് ആൻഡ് അണ്ടർ ദ ബസ്റ്റ്. അപ്പോൾ ഈ രണ്ട് ഏരിയാസിൽ ശരിക്കും നമുക്ക് സ്വെറ്റ് വരും. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആ ഒരു ഏരിയ പ്രോപ്പർലി സ്ക്രബ് ചെയ്യണം. ബോഡി സ്ക്രബാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ബോഡി സ്ക്രബ് ഇല്ലാച്ചാൽ നമ്മുടെ ഫേസ് സ്ക്രബ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബോഡി സ്ക്രബ് യൂസ് ചെയ്യുമ്പോൾ വീക്ക്ലി ട്വൈസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഏരിയയിലെ ഡെഡ് സ്കിൻ മാറും. ഡെഡ് സ്കിൻ മാറി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സ്വെറ്റ് ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡെഡ് സ്കിൻ അങ്ങ് പോകും. അപ്പം നമുക്ക് നല്ല ബ്രീതബിൾ ആവും, എല്ലാം നമ്മുടെ സ്കിൻ നല്ല ബ്രീതബിൾ ആവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വീക്ക്ലി ട്വൈസ് ഒക്കെ നമുക്ക് നമ്മുടെ ബോഡി സ്ക്രബ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോഫി ആൻഡ് ഷുഗർ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ബോഡി സ്ക്രബ് ചെയ്യാം. നല്ലൊരു ബോഡി സ്ക്രബാണ്. നെക്സ്റ്റ് ടിപ്പ് ഈസ് യൂസ് എ ഡിയോ. ഇപ്പം നമ്മൾ ഡിയോ യൂസ് ചെയ്യുമ്പോൾ ഫ്രേഗ്രൻസ് മാത്രമല്ല, നമ്മുടെ ഒരു ബോഡി ഓർഡർ ആൻഡ് ആ ഒരു ഡിയോയുടെ ഫ്രേഗ്രൻസും കൂടെ വരുമ്പോൾ ഒരു ബാലൻസ് വരും. നമ്മുടെ ബോഡിയിലെ ആ ഒരു ഓർഡർ ഒന്ന് ന്യൂട്രലൈസ് ആകും. അപ്പോൾ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ യൂസിങ് എ റോൾ ഓൺ അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ബോഡി മിസ്റ്റ് അല്ലെങ്കിൽ ബോഡി ഡിയോസ്. ഓക്കെ, ഇഷ്ടം പോലെ ബ്രാൻഡ്സിൻ്റെ ഇപ്പോൾ ഡിയോസ് വരുന്നുണ്ട്, നിവിയ, യാർഡ്ലി, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്. ഞാൻ ബ്രാൻഡ്സിൻ്റെ പർട്ടിക്കുലർ ആയിട്ടൊന്നും പറയുന്നില്ല, ബട്ട് ഒരുപാട് ഡിയോസ്, ബോഡി മിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ
നമ്മൾ കുളിച്ചിട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ബോഡിയിൽ ഇത് സ്പ്രിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഞാനായിട്ടും ചെയ്യുന്നത്. ഞാൻ കുളിച്ചിട്ട് എൻ്റെ ബാത്റൂമിൽ ഞാൻ ഡിയോഡ്രൻറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും കുളിച്ചു കഴിഞ്ഞ് ഇപ്പോൾ 2-3 നേരം എത്ര തവണ കുളിക്കുകയാണെങ്കിലും ഞാൻ എപ്പോഴും ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യും. ആൻഡ് എനിക്കത് ഡിഫറൻസ് അറിയാൻ പറ്റും. ദാറ്റ് ഓൾ ഡേ ഓൾ ലോങ് എനിക്ക് മുഷിപ്പ് എൻ്റെ ബോഡിയിൽ നിന്ന് വരാറില്ല. ആ ഒരു മൈൽഡ് സ്മെല്ല് വരും. ആൻഡ് ആ ഒരു സ്മെല്ല് തുടങ്ങുന്നുണ്ടെങ്കിലും നമുക്കത് ബാലൻസ്ഡ് ആയിട്ടാണ് തോന്നുക, ന്യൂട്രലൈസ്ഡ് ആയിട്ടാണ് തോന്നുക. അങ്ങനെ ബാഡ് ആയിട്ടുള്ളൊരു സ്മെല്ലല്ല വരുന്നത്, ഒരു നോർമൽ ഒരു സ്മെല്ലാണ് വരുന്നത്. ഭയങ്കര മുഷിഞ്ഞ് അങ്ങനത്തെ ഒരു സ്മെല്ലല്ല വരുന്നത്. അപ്പോൾ ഡിയോ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ടിപ്പ് ഈസ് യൂസിങ് എ വാർഡ്രോബ് പെർഫ്യൂം. യെസ്, ഇപ്പം നമ്മൾ ബോഡി മിസ്റ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ വാർഡ്രോബ് പെർഫ്യൂം എന്ന് പറയുന്നത്. ഇപ്പോൾ വാർഡ്രോബ് പെർഫ്യൂം എന്ന് വിചാരിച്ച് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നോർമൽ നമ്മുടെ സ്പ്രേ ആയിരിക്കാം, പക്ഷെ വാർഡ്രോബ് പെർഫ്യൂം എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ടും വരുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആൽമീറാസിലും കബേർഡ്സിലും ഒക്കെ നമ്മുടെ ഡ്രസ്സസൊക്കെ ഇങ്ങനെ അടുക്കി വയ്ക്കും. നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ഒക്കെ എപ്പോഴും നമ്മൾ എടുത്ത് കഴിയുമ്പോൾ അത് ഭയങ്കര സ്മെല്ലായിട്ട് വരും അല്ലേ. അപ്പോൾ നമ്മളത് പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്കും അത് ഭയങ്കരമായിട്ട് സ്മെല്ല് തോന്നും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു വാർഡ്രോബ് പെർഫ്യൂംസ് ഉണ്ടല്ലോ നമ്മുടെ അൽമീറാസിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ല് നമ്മുടെ ഡ്രസ്സസിനൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വാർഡ്രോബ് പെർഫ്യൂംസ് നമ്മുടെ ഡ്രസ്സസിൽ സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ആ ഡ്രസ്സസിൽ നിന്ന് ഈ ഒരു ഫോൾ സ്മെല്ല് വരില്ല. നെക്സ്റ്റ് ടിപ്പ്, നമ്മൾ പെർഫ്യൂം എപ്പോഴും പറയും, നമുക്കറിയാം നമ്മൾ പെർഫ്യൂം ഒക്കെ എവിടെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യേണ്ടതെന്ന്. പൾസ് ഏരിയയിൽ, അല്ലെങ്കിൽ ബിഹൈൻഡ് ദി ഇയേഴ്സ്, കോളർ ബോൺസ് അല്ലെ, ബിഹൈൻഡ് യുവർ നീസ്, അവിടെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഒരിക്കലും നമ്മളിങ്ങനെ ഇപ്പം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഇങ്ങനെ പൾസിൽ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കും. അങ്ങനെ കാണിക്കരുത്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഒറിജിനൽ സ്മെല്ലുണ്ടല്ലോ, ആ ഓതന്റിക് സ്മെല്ലുണ്ടല്ലോ പെർഫ്യൂമിൻ്റെ, അത് പോകുമെന്നാണ് പറയുന്നത്. ഓക്കെ, പെർഫ്യൂമിൻ്റെ സ്മെൽ ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് പെട്രോളിയം ജെല്ലി യൂസ് ചെയ്തിട്ട് പെർഫ്യൂം അടിക്കുകയാണെങ്കിൽ ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. ഇയേഴ്സിൻ്റെ ബാക്കിലും ഇവിടെയും ഒക്കെ നമ്മൾ പൾസ് പോയിന്റ്സിലൊക്കെ നമ്മൾ പെട്രോളിയം ജെല്ലി അപ്ലൈ ചെയ്തിട്ട് ദെൻ നമുക്ക് പെർഫ്യൂം സ്പ്രിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഈ ഒരു നമ്മുടെ പെർഫ്യൂമിൻ്റെ ലോഞ്ചിവിറ്റി കൂടും. നെക്സ്റ്റ്, ഹെയർ പെർഫ്യൂം. നമ്മുടെ സ്കാൽപ്പ് ഓയിലി ആയി കഴിഞ്ഞ് ഡേർട്ടി ആയി കഴിഞ്ഞിട്ട് സ്മെല് ചെയ്തിട്ടുണ്ടോ? ഭയങ്കര സ്മെല്ലാണ്, അതൊരു ഭയങ്കര വല്ലാത്തൊരു സ്മെല്ലാണ്. ഇപ്പോൾ ഞാൻ വീക്ക്ലി ട്രൈസ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറുണ്ട്. ചിലരൊക്കെ വീക്ക്ലി വൺസ് ആയിരിക്കും വാഷ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഓയിൽ ഡേർട്ടൊക്കെ ആയി കഴിയുമ്പോൾ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലാണ് വരുന്നത്. പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് സ്മെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ പെർഫ്യൂം യൂസ് ചെയ്യാം. ഹെയർ പെർഫ്യൂം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നോർമൽ പെർഫ്യൂം ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ യൂസ് ചെയ്യുക. കാരണം നല്ല ആൽക്കഹോൾ ഉണ്ടാകും, ആൻഡ് ആൽക്കഹോൾ ഈസ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെയർ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്പ്രേ നമ്മൾ ഏതാണോ കോംബ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്പ്രിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നമ്മുടെ ഹെയറിന് നല്ല ഗുഡ് സ്മെല്ല് വരും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഹെയർ പെർഫ്യൂം ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതല്ല അർജന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ, ഞാൻ പറഞ്ഞില്ല മിസ്റ്റിലേക്ക്, നമ്മുടെ നോർമൽ ബോഡി പെർഫ്യൂം എന്താണോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് കോമ്പിൽ യൂസ് ചെയ്തിട്ട് കോംബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല യൂസ്ഫുൾ ആണ്. ഈ പറഞ്ഞതുപോലെ പെർഫ്യൂംസ് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓൾഡ് സ്കൂൾ മെത്തേഡ് ഉണ്ട്, ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്. നമ്മുടെ പുകയ്ക്കൂല്ലേ, കുന്തിരിക്കോ ഇട്ടിട്ട് നമ്മുടെ മുടി ഒരു സാധനത്തിലിട്ട് ഇങ്ങനെ പുകയ്ക്കൂല്ലേ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. ഞാൻ എൻ്റെ മുടി ഉണക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഒബ്വിയസ്ലി നല്ല സ്മെല്ല് വരാനും ആൻഡ് നെക്സ്റ്റ് വാഷ് വരെ എൻ്റെ ഹെയറിൽ ആ ഒരു കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല് വരും. ആൻഡ് ഐ ലവ് കുന്തിരിക്കത്തിൻ്റെ സ്മെല്ല്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്ര യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇത്രൻ്റെ സ്മെല്ല് ശരിക്കും നല്ലൊരു ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു പെർഫ്യൂമും വേണ്ട എന്നുള്ളതാണ്. ഇപ്പം ചിലവർക്കൊന്നും ഇത്ര പിടിക്കാറില്ല, കാരണം ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ്. പക്ഷെ നല്ല സ്മെല്ലുള്ള ഇത്തേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നല്ലതാണ്. ജസ്റ്റ് 1-2 ഡ്രോപ്പ് നമ്മൾ പൾസ് പോയിന്റ്സിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല
ഭയങ്കര സ്മെല്ലാണ്. എൻ്റെ കയ്യിലുണ്ട് ഇത്ര. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം നല്ല ഇപ്പം നമ്മൾ കേരളത്തിലൊക്കെ ആണെങ്കിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇപ്പം എല്ലായിടത്തും നല്ല ഇത്രകൾ കിട്ടുന്ന ഷോപ്സ് ഉണ്ട് എല്ലായിടത്തും. ഇപ്പം ഇവിടെ ഇന്ത്യയിലാണ്, ഔട്ട് ഓഫ് ഇന്ത്യ ആണ്, എവിടെയാണെങ്കിലും നല്ല ഇത്തർ നിങ്ങൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓൾ ഡേ ഓൾ നൈറ്റ് ലോങ് നിങ്ങൾക്ക് നന്നായിട്ട് സ്മെല്ല് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായും യൂസ്ഫുൾ ആയി എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കണ്ടാലോ. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.